കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSന്റെ ഒരു ബി ടീമാണ്. എനിക്ക് തോന്നുന്നു സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. ഈ കഴിഞ്ഞ 9 ദിവസത്തെ അവരുടെ പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ. അവർ പറഞ്ഞ എന്താണ്, സിസ്റ്റർമാർ എന്തിനാണ് അവിടെ പോയി സേവനം ചെയ്യുന്നത്? സിസ്റ്റർമാർക്ക് ഇവിടെ എവിടെയെങ്കിലും സേവനം ചെയ്താൽ പോരെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു? ആ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ടല്ല അവർ നിലപാട് സ്വീകരിച്ചത്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർമാർ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ലേ? അവരെ ആ സിസ്റ്റേഴ്സ് പീഡനം അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവർ ആരുടെ കൂടെയാണ് നിന്നത്? അവരെ അന്യായമായി തടങ്കലിലാക്കിയ ഭരണകൂടത്തിൻ്റെ കൂടെയാണ് അവർ നിന്നത്. ഈ ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമാണ്. ഇനി അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ് വിഭജന രാഷ്ട്രീയമാണ്. അവരെന്താ ഇവിടെ മുഴുവൻ പറയുന്നത്? അവർക്കൊരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അവർ ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും, ആര് മുസ്ലിംസ്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകും, നാളെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ. മരത്തെ മുറിക്കാൻ മരം വെട്ടുകാരൻ മരത്തിൻ്റെ തന്നെ ചില്ല ഉപയോഗിച്ച് കോടാലിക്ക് തളയിടുന്നത് പോലെ സംഘപരിവാര ശത്രു രാഷ്ട്രീയത്തെയും മതത്തെയും സമൂഹത്തെയും മുറിച്ചു മാറ്റാൻ അവരുപയോഗിക്കുന്ന ഒരു തന്ത്രം ഈ തളയിടുന്ന രീതി തന്നെയാണ്. ആരെയാണോ തകർക്കേണ്ടത് അവരിൽ നിന്നും ശക്തമായ ഒരു ചില്ല മുറിച്ചെടുത്ത് തളയിട്ട് വെട്ടിമുറിക്കാൻ ഉപയോഗിക്കുക എന്നുള്ള തന്ത്രമാണ് കാസയെ കൊണ്ടും അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടും നാം കാണുന്നവരും കാണാത്തവരുമായിട്ടുള്ള പലരെയും കൊണ്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രമാത്രം.